UK, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ പോലെ പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റിനെ പോലെ നിൽക്കേണ്ടി വരും ഉറപ്പായിട്ടും. അതാണ് ഇപ്പോൾ സംഭവിക്കേണ്ടിയിരിക്കുന്നത്. അതാണ് സംഭവിക്കാൻ പോണേ. ഇത് 150 വർഷം മുമ്പ് പോയ ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി പോകാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതായിരിക്കും. അത് ഉറപ്പായിട്ടും രാജകുമാരി രാണി നന്നായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ, ഒട്ടും ബോറടിപ്പിക്കാതെ, ഒരു തരത്തിൽ ലാഗടിപ്പിക്കാതെ കോമഡിയോടുകൂടി തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പക്ഷേ ഒരുപാട് ചിന്തിപ്പിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളത് കാണുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇറങ്ങി പോകുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ആലോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസും ഒരു സ്റ്റോറി ഇതുമായിരുന്നു. അത് നമ്മൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി എന്താണ് ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്ന് കണ്ടിരിക്കണമല്ലോ. കാരണം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണ്. ഒരു തരത്തിലും ബോറടിപ്പിച്ചിട്ടില്ല. നല്ല പടം. പോവാൻ ഭയങ്കര കഷ്ടപ്പാട് സീനുള്ള ആ ഒരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. ബട്ട് ഇപ്പാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പേര് നമ്മൾ ഈസി ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനിയിപ്പോൾ അതിൽ കാണിക്കുന്ന സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ച് വരാൻ നേരത്ത് കുറച്ച് സീനുകൾ ഉണ്ടാകാൻ. കാരണം തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു ഇന്ത്യയിൽ തന്നെയുള്ള ആൾ ഇന്ത്യക്കാരനായിട്ട് വരാൻ പറ്റില്ല, ചിലപ്പോൾ ടൂറിസ്റ്റായിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ള ഞങ്ങളുടെ രാജ്യത്ത് തന്നെ തിരിച്ചു വരണമെന്ന് ഇവിടെ കോടതിയുടെ അടുത്ത് മുമ്പിൽ പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചാണ് യൂഷ്വലി എടുക്കുന്ന സിനിമകൾ പോലെ തന്നെ വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിമാണ്. ഞാൻ കൂടുതൽ കോമഡി പ്രതീക്ഷിച്ചാണ് വന്നത്. ബട്ട് ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിം. മസ്റ്റ് വാച്ച്. ഐ തിങ്ക് കുറേ കാലത്തിന് ശേഷമാണ് ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിം വരുന്നത്. മസ്റ്റ് വാച്ച് ഫിലിം. വെരി ഗുഡ്. കാരണം ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. അതുപോലെ തന്നെ വളരെ ഇമോഷണലി ടച്ച് ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഫുൾ ടൈം നമുക്ക് 2.5 മണിക്കൂർ നമുക്ക് ഒരു ഇതില്ലാതെ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. വളരെ ഇമോഷണലി ടച്ചപ്പ് ചെയ്തു. പിന്നെ അത് വളരെ ഒരു മെസ്സേജ് നൽകുന്ന ഒരു മൂവി കൂടിയാണ്.